ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് മധുരയിൽ നിന്ന് രാവിലെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 13-14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മധുര മീനാക്ഷി ടെമ്പിളിലേക്ക്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് പോയിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ ഹൈവേയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞായിരുന്നപ്പോൾ എന്തോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ആകാശമൊക്കെ എന്ത് ഭംഗിയല്ലേ, നമ്മളെ നേച്ചർ എന്ത് ഭംഗിയാണ് ഒരു സമയത്തല്ലേ, എങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്നാ ചെക്ക് പോസ്റ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് എത്തി. അപ്പോൾ എന്താണെന്നറിയോ, അവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് അവിടെ ട്രൗസർ ഇടാൻ പറ്റത്തില്ല, സൽവാർ ഇടണം, അതുപോലെ തന്നെ പിള്ളേരായാലും ടീഷർട്ട് ഇടാൻ പറ്റത്തില്ല, മുണ്ടെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ലുങ്കിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ പെട്ടിക്കകത്ത് വെക്കാതെ എൻ്റെ കവറിനകത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ മുണ്ടും പിള്ളേരെ മുണ്ടും അതുപോലെ തന്നെ എൻ്റെ സെറ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുണ്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇതൊക്കെ കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് തന്നെ അവർ മാറി. ഞാൻ പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് സൽവാർ ഇട്ടോ, അല്ലെങ്കിൽ ഞാനും ടീഷർട്ടൊക്കെയാണ് ഇടുന്നത് യാത്രയിലൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ചെന്നു. അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഈ നടപ്പന്തൽ കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അവിടെ ചെക്കിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ മൊബൈലും പേഴ്സും ഒക്കെ അവിടെ വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഉള്ള അപ്പം നമ്മൾ എല്ലാ ഗേറ്റും ഒരുപോലെ ഇരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേന് അവിടെ പണി നടക്കുമായിരുന്നു കേട്ടോ. അപ്പം പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളിങ്ങനെ നമ്മൾ ഈ പച്ച ഷീറ്റ് വെച്ചിട്ട് മറച്ച് അങ്ങനെയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ നമ്മൾ മൊബൈലും പേഴ്സും ഒക്കെ അവിടെ ജമ ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അകത്തോട്ട് പോയി. അപ്പം ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന ലേഡീസ്, അതായത് കോൺസ്റ്റബിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറയും നല്ല മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പോകണം. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് പോയി. ഇത്രയ്ക്ക് പിന്നെ ഇതൊക്കെ എടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ കയ്യിൽ മൊബൈലുള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൊബൈൽ അങ്ങ് കൊടുക്കുകയാണ് ചെയ്ത്, പേഴ്സും കൊടുത്തു. അപ്പോൾ അകത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയോ, അകത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാം, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പോയി, വെളിയിൽ നിന്ന് തൊഴിലിട്ട് തിരിച്ചു വരുവാണ് ചെയ്തത് കേട്ടോ. പ്രസാദമൊക്കെ പിന്നെ അവിടെ തന്നെ ഒരു ഗണപതിയുടെ ഇതുണ്ടായിരുന്നു, പിന്നെ അവിടെ വെച്ച് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുവാണ് ചെയ്തത്. അപ്പം വിചാരിച്ചു ഉണ്ടല്ലോ, ഒരു അമ്പലത്തിൽ പോകാനും പ്രാർത്ഥനാലയങ്ങളിൽ പോകാനും ദൈവം ഞങ്ങളെ വിളിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഇതൊന്നും അസിസ്റ്റൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അറിയാമല്ലോ, അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം തമിഴ്നാട്ടിൽ കയറിയുമ്പോൾ അറിയാമല്ലോ, നല്ല അടിപൊളി ദോശയും ഒക്കെ ഞങ്ങൾ കഴിച്ചു, സൂപ്പറായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പിന്നെ എന്താ പറയാനാ, നാട് ഇനി കുറച്ച് ദൂരം കൂടെ എത്തുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് എത്തും. അപ്പം എന്താ പറയാനാ, നാട്ടിൽ എത്തിയ ശേഷം പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മളെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ ബിസിയാവും, അവിടെ എവിടെയൊക്കെ പോയി. അപ്പോൾ തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എല്ലാവരെയും കാണാം, വേണ്ടപ്പെട്ടവരെ കാണാൻ പറ്റും, അങ്ങനെയൊക്കെ മനസ്സ് ഫുൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താണ്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ പിന്നെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി പിന്നെന്താ പറയാനാ, അങ്ങനെ ഞങ്ങൾ പോയിട്ട് 12 ദിവസത്തെ ലീവിനാണ് പോയത്. ചെന്ന് ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് ഈ വീഡിയോ ഇടുന്നതേ ഉള്ളൂ. 12 ദിവസം പോയിട്ട് എന്താ പറയാനാ, എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ ചെയ്യാൻ പറ്റില്ല. എന്തായാലും പക്ഷെ നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ഞങ്ങൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളെ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോഴുള്ള സന്തോഷമാണ്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ എന്തായാലും ആരെയും നോക്കിയില്ല, ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇനി ഒരു വർഷത്തേക്ക് ഇനിയിപ്പോൾ നാട്ടിൽ പോകാൻ പറ്റത്തില്ല, പോവില്ല. ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നെ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വർഷത്തിലൊരിക്കലാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ പിന്നെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ, മോന് സ്കൂളിലൊക്കെ അവധിയാകുമ്പോഴത്തേക്കല്ലേ പോകാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ജൂൺ 20-നൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പം മെയിൽ ഒരു മാസം മാത്രമേ ലീവുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി പിന്നെന്താണ്, അങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പെടുക്കണ്ട, തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നമ്മളെ കാറ്റാടി യന്ത്രങ്ങളുടെ നിരകളാണ്. മധുരയെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കന്യാകുമാരി ഹൈവേ കൂടിയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കന്യാകുമാരിയിലൂടെ, പക്ഷേ പിന്നെ കന്യാകുമാരിയിൽ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകത്തും ഇല്ല, പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കന്യാകുമാരിയിലോട്ടൊന്നും പോയില്ല. അടുത്ത പ്രാവശ്യം നോക്കണം കന്യാകുമാരി പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ പ്രാവശ്യം പോയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒടിച്ചു പോവുകയാണ്. പിന്നെന്താണ്,
അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ വീട്ടിലെത്തുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാനങ്ങ് വെച്ചു. പിന്നെ നമ്മൾ നാടെത്തുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അറിയാമല്ലോ. അപ്പോൾ ആ ഇതിൽ പിന്നെ ഞാൻ ഇത്രയൊക്കെ വീഡിയോ എടുത്തോളൂ. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാടും നമ്മൾ ഈ ഹൈവേ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ബോർഡറിൽ കയറാനായിട്ട് കുറച്ച് ഹൈവേ മാറി സഞ്ചരിക്കേണ്ടത്. അപ്പോൾ അതുവഴിയാണ് പോയത്. അപ്പോൾ നമ്മൾ കണ്ട ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണോ, നല്ല മഴ പെയ്യുകയൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ ഏതോ ഒരു സ്ഥലമാണ്. അപ്പോൾ കണ്ടത് ചെക്ക് പോസ്റ്റാണ്, തമിഴ്നാടിനെയും അതുപോലെ തന്നെ കേരളത്തിനെയും ചെക്ക് പോസ്റ്റാണ്. പിന്നെ ഞങ്ങളിതാ വീട്ടിലെത്തി. റംബൂട്ടാനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.